ഹായ് നമസ്കാരം, വെൽക്കം ടു ലൈവ്ലി മാഷസ്. ഞാൻ ഡോക്ടർ ശ്രുതി പണ്ഡിറ്റ്. കർക്കിടക മാസം തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഈ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുവരുന്ന കാര്യങ്ങളാണല്ലോ ഔഷധക്കഞ്ഞി, മരുന്ന് സേവ, പിന്നെ സുഖ ചികിത്സ, അങ്ങനെ ഒരുപാട് ആരോഗ്യ സംരക്ഷണപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ കേട്ടുവരുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഈ മാസത്തിൽ മാത്രം നമ്മൾ ഇത്ര ഹെൽത്ത് കോൺഷ്യസ് ആവുന്നത്? എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകത? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. മാത്രമല്ല, പണ്ട് കാലങ്ങളിൽ നമ്മുടെ ഈ കേരളത്തിൽ ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇപ്പോഴും ചില വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എന്താണെന്ന് വെച്ചാൽ, ഈ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലോട്ട് തിരിച്ചു വരും ഈ കർക്കിടക മാസത്തിൽ. എന്നിട്ട് അവർ ഔഷധക്കഞ്ഞിയും മരുന്ന് സേവയും ഇടിച്ചു പിഴിഞ്ഞ മരുന്നൊക്കെ കഴിച്ചിട്ട് നല്ല ദേഹം പുഷ്ടിപ്പെടുത്തുന്ന ഒരു രീതി പോലും നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഈ മാസത്തിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കുറച്ച് കാര്യങ്ങൾ, ഈ മാസത്തിന്റെ പ്രത്യേകത, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. മാത്രമല്ല, വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഔഷധക്കഞ്ഞിയുടെ റെസിപ്പി, അതായത് ഔഷധക്കഞ്ഞി ട്രൈ ചെയ്ത് നോക്കണമെന്ന് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. പക്ഷെ അതിലുള്ള മരുന്നുകളുടെ ലിസ്റ്റ്, അതായത് ഒരുപാട് നമുക്ക് അറിയാത്ത മരുന്നുകൾ പോലും അതിൽ കാണുന്നുണ്ട് അല്ലേ. അപ്പം ചില ആളുകളൊന്ന് ബാക്കോട്ട് പോകും, ഉണ്ടാക്കണോ എന്നുള്ളൊരു മടുപ്പ് വരും. പക്ഷെ ഔഷധക്കഞ്ഞി പല രീതിയിലും ഉണ്ടാക്കാം. ഓരോ ആളുടെ സൗകര്യപ്രദാർത്ഥം ഒരുപാട് രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് വീട്ടിൽ ലഭിക്കുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഒരു ഔഷധക്കഞ്ഞി ഉണ്ടാക്കാം എന്നുള്ള ഒരു സിമ്പിൾ റെസിപ്പി കൂടി ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് കാണുക. സാമാന്യം നല്ല മഴ ലഭിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം കേട്ടോ. നമ്മുടെ ഈ മലയാള കലണ്ടറിൽ മേട, ഇടവം, മിഥുനം, കർക്കിടകം, അങ്ങനെയാണ്. നല്ല കാലവർഷത്തിൽ നല്ല മഴ കിട്ടും. അതുകൊണ്ട് നമ്മൾ പണ്ടത്തെ കാലത്ത് ജോലിക്ക് പോകാനൊന്നും പറ്റാത്തതുകൊണ്ട് ആളുകൾ വീട്ടിൽ തന്നെ ഇരിക്കും. എക്സസൈസ് ഒക്കെ കുറവാണ്. പിന്നെ സാംക്രമിക രോഗങ്ങളും ഒരുപാട് മരണങ്ങളും മറ്റു പല ആരോഗ്യകരമായ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു അറുതിയുടെയും വറുതിയുടെ ഒക്കെ ഒരു കറുത്ത കർക്കിടകം എന്നെല്ലാം പറയുന്ന ഒരു മാസമാണ് കർക്കിടകം. അപ്പോൾ നമ്മുടെ ആയുർവേദ പ്രകാരം നമ്മുടെ സറൗണ്ടിങ്സ്, നമ്മുടെ അന്തരീക്ഷം തണുക്കും മഴ കാരണം. അപ്പൊ നമ്മൾ പിന്നെ മാത്രമല്ല, നമ്മൾ എക്സസൈസ് ഒന്നുമില്ല, പുറത്തു പോകുന്നില്ല. ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ദഹനശക്തി മന്ദാവും, എന്നുവെച്ചാൽ കുറയും. അപ്പൊ നമുക്ക് അതുപോലുള്ള ഇൻഡൈജഷൻ പോലുള്ള ദഹന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മറ്റു വാദദോഷങ്ങളും വർദ്ധിക്കുന്ന കൊണ്ടുള്ള അസുഖം, അതായത് കാലുവേദന, കൈവേദന, അതുപോലുള്ള രോഗങ്ങളും കൂടും. അപ്പൊ നമ്മൾ ഇതിനെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു ചര്യ, അതായത് ഈ ഋതുവിൽ, ഈ കർക്കിടക ഋതുവിൽ ചെയ്യേണ്ട നല്ലൊരു ചര്യ നമ്മൾ ഉണ്ടാക്കണം. അതിലൊന്നാണ് കർക്കിടകക്കഞ്ഞി. നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാനും നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ എണ്ണ തേച്ചുള്ള കുളി, അഭ്യംഗം, പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണ് അഭ്യംഗം, എണ്ണ തേച്ചിട്ട്. പിന്നെ മെഡിക്കേഷൻ, അതായത് നമ്മൾ ദേഹപുഷ്ടിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ മരുന്ന് സേവ, അതൊക്കെ ചെയ്യണം. അപ്പൊ കർക്കിടകക്കഞ്ഞി, അതായത് മെഡിക്കേറ്റഡ് പോറിഡ്ജ് ഭയങ്കര ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് അല്ലെ. ഇതിലെന്താണ് കുറച്ച് ഔഷധങ്ങൾ, അതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചുവന്ന വെറൈറ്റിയിലുള്ള അരി, ഞവര അരി അല്ലെങ്കിൽ കുത്തി അരി, ആ അരിയിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക കഞ്ഞിയാണ് ഈ കർക്കിടകത്തിൽ കഴിക്കുന്ന ഔഷധക്കഞ്ഞി എന്ന് പറയുന്നത്. അത് നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാനും മാത്രമല്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇതിൽ ചേർക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ ഷഷ്ടിക ശാലി എന്ന് പറയും, അതായത് ചുവന്ന അരി, ഞവര അരി, പിന്നെ ഗ്രീൻ ഗ്രാം, അതായത് ചെറുപയര്, ഉലുവ, കുറുന്തോട്ടി വേര്, പിന്നെ ജീരകം, ആശാളി, ത്രികടി ചൂർണം, ദശമൂലം, കൊറിയാണ്ടർ, മല്ലി, മഞ്ഞള്, ചില ആൾക്കാർ ഈ തേങ്ങാപ്പാല്, പിന്നെ ശതകുപ്പ, അയമോദകം, ഈ തുടങ്ങിയ മരുന്നുകളൊക്കെ നമുക്ക് അതിൽ ചേർക്കാം, ഓരോ ആളുടെ ലഭ്യത അനുസരിച്ച്. പിന്നെ നമുക്ക് ഫ്രഷ് ഹെർബ്സ്, ഔഷധങ്ങൾ ചെയ്യുന്നതൊക്കെ നമ്മുടെ ചിറ്റാമൃത്, തഴുതാമ, മുത്തങ്ങ, വിഴാലരി, നന്നാറി, ദശപുഷ്പങ്ങൾ, പത്തില, പിന്നെ നമ്മുടെ സുഗന്ധവ്യഞ്ജനങ്ങൾ, അതായത് വോൾ സ്പൈസസിൽ വരുന്ന ഏല, പട്ട, ഗ്രാമ്പൂ, ജാതിക്ക, പിന്നെ കടുക്, ഇതൊക്കെ നമുക്ക് ചേർത്തിട്ട് ഉണ്ടാക്കാം. മാത്രമല്ല ചില ആൾക്കാർ തേങ്ങാപ്പാൽ കൂടി ചേർക്കും. അപ്പൊ നമുക്ക് ഔഷധ കഞ്ഞിയിലേക്ക് പോകും. മെഡിക്കേറ്റഡ് പോറിഡ്ജ്, ഇത് നമ്മൾ കാണുന്ന സഹദേവിയാണ്. എൻ്റെ വീട്ടിലത് കിട്ടിയതുകൊണ്ട് ഞാനത് ചേർത്തു. ഇതിന്റെ ബോട്ടാണിക്കൽ നെയിം എന്ന് പറയുന്നത് വെർണോണിയ സിനേറിയ. ഇത് പർപ്പട പുല്ല് എന്ന് പറയും, സംസ്കൃതത്തിൽ പർപ്പട. ഇതിന് ഒരുപാട്, രണ്ട് ചെടിക്കും ഒരുപാട് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യേണ്ട ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. ഇതിന്റെ ബൊട്ടാണിക്കൽ നെയിം ഫ്യുമാരിയ പാർവിഫോളാണ്. ഇത് നമ്മുടെ ചെറുളയാണ്. മഴ പെയ്തുകൊണ്ട് പൂവൊന്നും കാണുന്നില്ല, തഴച്ചു വളർന്നിട്ടുണ്ട്. ഇതിന്റെ ബൊട്ടാണിക്കലിന് ഏർവ ലെനേറ്റ ആണ്. അപ്പോൾ ഇതും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ മാത്രം ഇത് ഉപയോഗിച്ചാൽ മതി. എൻ്റെ വീട്ടിൽ ഞവരരി തീർന്നുകൊണ്ട് ഞാൻ ചുവന്ന സാധാരണ ബ്രൗൺ റൈസ്, ബോയിൽഡ് റൈസ് യൂസ് ചെയ്തു. ഈ അരി, പിന്നെ ജീര, പിന്നെ മേത്തി, ഉലുവ, അജുവൈൻ, അയമോദകം, പിന്നെ മല്ലി, കൊറിയാണ്ടർ, ധനിയ എന്ന ഹിന്ദിയിൽ പറയുന്നത്. ഇത് നമ്മുടെ കരിഞ്ജീരകം, കാലാജീര, ബ്ലാക്ക്,
വെറൈറ്റി ഓഫ് ക്യുമിൻ സീഡ്സ്. ഇത്രയും ധാന്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിന്റെ കൂടെ ടെർമറിക് പൗഡർ, അതായത് നമ്മുടെ മഞ്ഞൾ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ സഹദേവി, പൂവാങ്കുരുന്നില, സഹദേവിയാണ്, യൂറിനറി ഡിസീസിനൊക്കെ നല്ലതാണ്. ഇത് ചെറുള, ഇതും മൂത്രസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലത്. ഇത് പർപ്പടപ്പുല്ല്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഒന്നിച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്, അതായത് തേങ്ങ ചിരവിയത്, പിന്നെ നമ്മുടെ ചെറുപയർ, മുദ്ഗ എന്ന് പറയും, ഗ്രീൻ ഗ്രാം. അപ്പൊ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ നമ്മുടെ കർക്കിടകക്കഞ്ഞി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നുള്ളത്. നിങ്ങൾക്ക് വേറെയും ഔഷധങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഓരോ ആൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഗ്രാമ്പൂ, പട്ട, ഇലവങ്ങത്തോല്, അതൊക്കെ യൂസ് ചെയ്യാം. ഞാൻ എന്നിട്ട് അരിയും പിന്നെ ചെറുപയറും എല്ലാം കൂടെ നന്നായി കഴുകിയിട്ട് കുക്കറിൽ ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ നല്ല മൺകലത്തിലൊക്കെ ഉണ്ടാക്കാം, പിന്നെ ആർക്ക് സമയമില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാണ്. അതിൻ്റെ കൂടെ ഈ ടർമറിക്, സഹദേവി, പർപ്പട, ഭദ്രിക എന്നുള്ളൊരു പേര് കൂടി ഉണ്ട് കേട്ടോ സംസ്കൃതത്തിൽ ചെറുളയ്ക്കും. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് പിന്നെ വെള്ളമൊഴിച്ച് വിസിലടിപ്പിക്കുക ചെയ്യുന്നത്. ഉപ്പ് ഈ സമയത്ത് നമ്മൾ ആഡ് ചെയ്യില്ല കേട്ടോ, കാരണം ചെറുപയറിനൊക്കെ ഉപ്പിട്ട് വേവിച്ചാൽ അത് വൃത്തിക്ക് വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ഉപ്പ് പിന്നെയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, കർക്കിടകക്കഞ്ഞി നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ നല്ലതാണ്. ഇതിൽ ചിറ്റാമൃതം, അങ്ങനെ എല്ലാം നിങ്ങൾക്ക് ഏതൊക്കെ ഔഷധങ്ങൾ ലഭിക്കും അതൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. മാത്രമല്ല നമ്മൾ പണ്ടത്തെ കാലത്ത് ഈ എല്ലാ ഭക്ഷണവും ഈ മഴക്കാലത്തൊന്നും ലഭിക്കില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന വസ്തു വെച്ച് നമ്മൾ നല്ല ഔഷധ ഇതുള്ള ഗുണയുക്തമായിട്ടുള്ള കഞ്ഞി ഉണ്ടാക്കും. കാരണം ഇത് കഴിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സമയത്ത് ഉള്ള ആരോഗ്യം ഉണ്ടാക്കാൻ, അതായത് ചിങ്ങം മുതൽ മേടം വരെ പണിയെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കഞ്ഞി ഒരു 4 to 5 വിസിൽ ഇട്ടു ഞാൻ കുക്കറിൽ വെച്ചിട്ട് നല്ല കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ലൂസാക്കാം കേട്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ ഈ സമയത്ത് ചില ആളുകൾ തേങ്ങാപ്പാല്, അതായത് കോക്കനട്ട് മിൽക്കും ഗുഡ എന്ന് വെച്ചാൽ ജാഗിരി, നമ്മുടെ വെല്ലം ഉണ്ടല്ലോ, അതും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ മധുരം ഉള്ളതല്ല ഉണ്ടാക്കുന്നത്, ഞാൻ പിന്നെ ഉപ്പ് ചേർത്തതാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഗ്രേറ്റഡ് കോക്കനട്ട്, അതായത് ചിരവി വെച്ച തേങ്ങ ഇതിലേക്ക് ഇട്ടു. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ സമയത്താണ് സോൾട്ട് ഇടുന്നത്. അത്യാവശ്യം ഒരുപാട് ഉപ്പ് ഇടണ്ട, നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചേർക്കുക ഇതിലോട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ചിലവർ നെയ്യൊക്കെ ഒഴിച്ചിട്ട് കഴിക്കും, വെറുതെ ഈ കഞ്ഞിയിലേക്ക് നെയ്യ്, ചുട്ട പപ്പടമൊക്കെ ചേർത്തിട്ട് കഴിക്കുന്ന ആളുകളുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ആ ഒരു സ്വാദിനനുസരിച്ചിട്ട് ഉണ്ടാക്കാം. പല രീതിയിലും കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ചിലവർ മരുന്ന് അതൊക്കെ വെച്ചിട്ട് കിഴി കെട്ടിയിട്ടൊക്കെ ഉണ്ടാക്കും. ഇത് ഞാൻ താളിച്ചിടുന്നത്, അതായത് തടുക്ക, സീസണിങ് എന്ന് പറയും. സാധാരണ ഷാർലറ്റ് എടുക്കുക. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൽ ഷാർലറ്റ് ഒന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ സവാള എടുത്ത്, സവാള, പിന്നെ ഇത് ഒനിയൻ, പിന്നെ ഗീ, കടിപ്പത്ത, പിന്നെ മുളക്, സർസോ, മസ്റ്റാർഡ്, ഗീയിലിട്ട് എന്നിട്ട് മസ്റ്റാർഡ് ഇട്ട് കടുകിട്ട് പൊട്ടിച്ച ശേഷം ഞാൻ ഒനിയൻ അതിലേക്കിട്ട്. അപ്പം ഒരുപാട് ഇങ്ങനെ ബ്രൗൺ കളറായിട്ട് അത്രയും ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സാധാരണ ഒരു ട്രാൻസ്പെറൻ്റ് ആവുന്ന പോലെ നമ്മൾ സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ. പിന്നെ ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ആളുകൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. മലയാളികൾ ഒരുവിധം എല്ലാവരും കർക്കിടകക്കഞ്ഞി കുടിച്ചിട്ടുണ്ടാവുമായിരിക്കും. വേറെ ഉലുവക്കഞ്ഞി, ചെറുപയർ കഞ്ഞി, അങ്ങനെ ഒരുപാട് കഞ്ഞികൾ, തഴുതാമക്കഞ്ഞി, അങ്ങനെ കുറേ കഞ്ഞികൾ നമ്മുടെ കേരളത്തിൽ ആളുകൾ ഉണ്ടാക്കാറുണ്ട് ഈ ഒരു ഈ സമയത്ത്. കർക്കിടകത്തിൽ മാത്രമല്ല, നമുക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ നമുക്ക് ഈ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കി കുടിക്കാം കേട്ടോ. ഈ സമയത്ത് കൂടുതൽ ഔഷധ ചെടികളൊക്കെ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് കർക്കിടകക്കഞ്ഞിന്ന് ഭയങ്കരമായിട്ട് കഴിക്കുന്നത്. പിന്നെ മുളക്, കറിവേപ്പിലൊക്കെ ഇട്ട് നന്നായി വറുത്ത് എൻ്റെ കഞ്ഞിയിലേക്ക് വറുത്തിടുകയാണ്, താളിച്ചിടുകയാണ്. പിന്നെ ഞങ്ങളുടെ കാസർഗോഡ് ഏരിയയിലൊക്കെ നമ്മൾ വറുത്തിടും എന്ന് പറയാം. കുറച്ചും കൂടെ അങ്ങോട്ടാകുമ്പോൾ താളിച്ചിടുക എന്നൊക്കെ ആവും. അങ്ങനെ കഞ്ഞിയപ്പം ഏകദേശം റെഡിയായി. ഉപ്പൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ നോക്കാം. നമുക്ക് കുറച്ചും കൂടെ ലൂസാക്കണമെങ്കിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് ലൂസാക്കാം. അപ്പോൾ നല്ല നമ്മൾ ഇതിൽ വീണ്ടും ഔഷധങ്ങൾ കൂട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ ഗുണമൊക്കെ കൂടും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഔഷധക്കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. സിമ്പിളായിട്ട്
സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഔഷധക്കഞ്ഞിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ എളുപ്പമാണ്. മാത്രമല്ല ഒരുപാട് ആരോഗ്യപരമായി ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ കഞ്ഞി നമുക്ക് നൽകും. 30 ദിവസം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരാഴ്ചയെങ്കിലും നമുക്കിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഉപകാരപ്രദമാണെന്ന് തോന്നുന്നെങ്കിൽ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ അതായത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.